ബി ജെ പി തന്ത്രപരമായിട്ടല്ല, ബട്ട് അവരുടെ ഒരു സ്കീം ഓഫ് തിങ്സിൽ ഈ യോഗി ആദിത്യനാഥിനെ കൂടുതൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ഹരിയാനയിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്തത്. ഹരിയാനയിൽ യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വ ശർമ്മയും ഈ രണ്ട് പേര് മോദിയേക്കാൾ കൂടുതൽ റാലി നടത്തി. അന്ന് എല്ലാവരും പറഞ്ഞു ഹരിയാന തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാർന്നവരുടെ റാലിയുടെ എണ്ണം കുറച്ചു. അങ്ങനെയല്ല, കാർന്നവർ ഇവരെങ്ങനെയുണ്ട് എന്ന് നോക്കുകയായിരുന്നു. ദേ ഡിഡ് ദ ജോബ് സൂപ്പർ സക്സസ്. അപ്പോൾ ഇപ്പോൾ എന്തായി, മഹാരാഷ്ട്രയിൽ യോഗി ആദിത്യനാഥ്, ജാർഖണ്ഡിൽ മറ്റേ പുള്ളി ആര്, ഹിമന്ത ബിശ്വ ശർമ്മ. ഇത് കാതുകുത്തിയവനാണെങ്കിൽ മറ്റേ ആൾ കടുക്കനിട്ടവനാണ് ഹിമന്ത. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പണ്ട് പുള്ളി മുഴക്കിയ മുദ്രാവാക്യം, പണ്ടെന്ന് പറഞ്ഞാൽ കുറേ മാസം മുമ്പ്, ബംഗ്ലാദേശിനെ പറ്റി പ്രസംഗിക്കുമ്പോഴാണ് യോഗി ആദ്യമായിട്ട് പറയുന്നത് ബട്ടേങ്കെ തോ കട്ടേങ്കെ. ഇതൊരു മുദ്രാവാക്യമായിട്ടല്ല പറയുന്നത്, പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പ്രോസായിട്ട് വാക്യത്തിലാണ് പറയുന്നത്. ബട്ടേങ്കെ തോ കട്ടേങ്കെ ഇത് മുദ്രാവാക്യമായിട്ട് മാറി ഉത്തർപ്രദേശിൽ. അതായത് വിഭജിച്ചാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മളുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രയോഗമില്ലേ, ഒന്നായാൽ നന്നായി. ഇത് മോദി മഹാരാഷ്ട്രയിൽ പറഞ്ഞു. ഏക് രഹെങ്കെ തോ സേഫ് രഹെങ്കെ, ഒന്നായാൽ നന്നായി. മോദിയുടെ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് റാലി കഴിഞ്ഞിട്ട് മോദി ഫോറിനിലേക്ക് പോയി. ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ പോകുമ്പോൾ മോദി ഹാസ് ഗോൺ. യോഗി അവിടെയുണ്ട്. യോഗി ആ യോഗത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ മുദ്രാവാക്യം ജനങ്ങൾ വിളിച്ചു. ബട്ടേങ്കെ തോ കട്ടേങ്കെ, ഏക് രഹെങ്കെ തോ സേഫ് രഹെങ്കെ, ഏക് രഹെങ്കെ തോ നേക്ക് രഹെങ്കെ എന്നും യോഗി പറഞ്ഞിരുന്നു. നേക്കും സേഫും, സേഫ് ഇംഗ്ലീഷ് വാക്ക്, നേക്ക് ഹിന്ദി വാക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് കൗണ്ടർ ചെയ്യാൻ അവർക്ക് മാർഗമില്ല. അപ്പോൾ ഈ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, ഈ എനിക്ക് യോഗി ആദിത്യനാണ് വെറുപ്പൊന്നുമില്ല, ബട്ട് കാവി ഉടുത്ത സന്യാസി മഠത്തിൽ പോകണം, തപസ് ചെയ്യണം, അത് ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യണം, തെരഞ്ഞെടുപ്പിൽ വരരുത്. യോഗി പറഞ്ഞു, ആചാര്യ നരേന്ദ്രദേവ് നെഹ്റുവുമായിട്ട് പിണങ്ങി കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി മത്സരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ. അന്ന് ആചാര്യ നരേന്ദ്രദേവിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയത് കാവി ഉടുത്ത സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അന്നു മുതൽ കോൺഗ്രസ്സുകാർക്ക് സന്യാസിയാവാം, കുഴപ്പമില്ല, ബി ജെ പി ആയാലാണ് കുഴപ്പം. അപ്പോൾ ഇമോഷണൽ കാർഡ് ഖർഗെയുടെ നെക്സ്റ്റ് ഡേ ഖർഗെ പറഞ്ഞു, ഞാൻ യോഗിയോട് എന്ത് പറയാനാണ്, ചരിത്രം ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്നവനാണ്. എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നു, എൻ്റെ അമ്മയെ തീവച്ചു കൊന്നു, എൻ്റെ സഹോദരിയെ തീവച്ചു കൊന്നു. നിങ്ങൾക്കൊന്നും ചരിത്രം അറിയില്ല. ഉച്ചതിരിഞ്ഞ് യോഗിയുടെ പ്രസംഗം. യോഗി ചോദിച്ചു, ഖഡ്ഗെ സാബ്, അങ്ങയുടെ അമ്മയെ തീവച്ച് കൊന്നതാണെന്ന് എനിക്കറിയാം, എനിക്ക് ചരിത്രം അറിയാം, പക്ഷേ ആരാണ് തീവച്ചതെന്ന് അങ്ങ് പറയാത്തത് എന്താ? അത് പറയണ്ടേ? അങ്ങേക്കത് പറയാൻ പറ്റില്ല, ഞാൻ പറയാം. ഹൈദരാബാദ് നൈസാം നിയോഗിച്ച റസാക്കർമാരാണ് അങ്ങയുടെ ഗ്രാമത്തിൽ കയറി കൊള്ളയടിച്ച് അങ്ങയുടെ അമ്മയെ അങ്ങയുടെ കൺമുമ്പിൽ, അങ്ങേക്ക് അന്ന് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം വികാരഭരിതനായിട്ട് ഖഡ്ഗെ പറഞ്ഞിരുന്നു, എനിക്ക് 6 വയസ്സേ ഉള്ളൂ, ഇപ്പോൾ എൻ്റെ ഓർമ്മ മങ്ങിത്തുടങ്ങി, ചെറിയൊരു ഓർമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഖഡ്ഗെ, ഭയങ്കര ഇമോഷണലായിട്ട്. അദ്ദേഹം ഈ യോഗി ആദിത്യനാഥ് ഇതുപോലെ ഇമോഷണലായിട്ട് പറഞ്ഞു, ആ കൊന്നവരെ എനിക്കറിയാം, പക്ഷേ ഇന്ന് അങ്ങ് അവരുടെ കൂടെയാണ്, റസാക്കർമാരുടെ കൂടെ. കാരണം റസാക്കർ പാരമ്പര്യത്തിൽ ഇയാൾ നമ്മളുടെ ഒവൈസി ഉണ്ടല്ലോ, ഒവൈസി റസാക്കറാണ്. ഒവൈസിയുടെ അച്ഛനോ അപ്പൂപ്പനോ ആയിരിക്കണം ഈ കർമ്മം ചെയ്തത്, ഖഡ്ഗയുടെ വീട്ടുകാരെ കൊന്നത്. ഖഡ്ഗെ 6 വയസ്സുകാരനായതുകൊണ്ട് രക്ഷപ്പെട്ടു വന്നു. ദിസ് ഈസ് ദ ഹിസ്റ്ററി. എന്നിട്ട് ഖഡ്ഗെ പോയി കോൺഗ്രസ്സിൽ ആ മുസ്ലിങ്ങൾക്ക് സംവരണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തർപ്രദേശിൽ അല്ല മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെല്ലാം ചേർന്നിട്ട് അവരുടെ ഉലേമ അവർ കൂടിയിട്ടൊരു 16 ഡിമാൻഡ് കോൺഗ്രസ്സിന് മുമ്പിൽ വെച്ചു.
അവർക്ക് 10% സംവരണം വേണം, മറ്റേ വേണം, ഒരു 10-16 ഡിമാൻഡ്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ. മറ്റ് മതക്കാർക്കൊന്നും കിട്ടില്ല, അവരൊന്നും പൗരന്മാരല്ല എന്നുള്ള മട്ടിൽ. ഈ 16 ഡിമാൻഡും കോൺഗ്രസ് അംഗീകരിച്ചു. അംഗീകരിച്ച സമിതിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയുണ്ട്. അവർ ഖഡ്ഗെ എന്നാണ് വിളിക്കുന്നത്, പക്ഷേ ശരിയായ ഉച്ചാരണം അതായിരിക്കാം. മല്ലികാർജ്ജുൻ ഖഡ്ഗെയും കൂടെ ചേർന്നിട്ട് ഇത് അംഗീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ അമ്മയെ കത്തിച്ചു. കത്തിച്ചവൻ്റെ മുമ്പിൽ നീ കീഴടങ്ങിയിരിക്കുന്നു. കീഴടങ്ങേണ്ട ഒരു കാര്യമില്ല. അന്ന് കീഴടങ്ങിയത് പേടിച്ചു എന്ന് പറയാം. ഇന്നെന്തിന് കീഴടങ്ങുന്നു? 6-ാം വയസ്സിൽ നിങ്ങൾ നിസ്സഹായനായിരുന്നു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 6 വയസ്സുള്ള പയ്യൻ പേടിച്ചു വല്ല അടുക്കളയിലോ എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒളിച്ച് കാണും. അണ്ടർസ്റ്റുഡ്, അത് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഈ 84-ാം വയസ്സിൽ ഇവർക്ക് കീഴടങ്ങിയത് എന്തിന്? എന്ത് മോഹിച്ചാണ്? ഇതൊക്കെ യോഗി ആദിത്യനാഥ് ചോദിച്ചപ്പോൾ ഖഡ്ഗെയ്ക്ക് മറുപടിയില്ല.